കെ ലക്ഷ്മണ എന്ന പേര് കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ പ്രത്യേകിച്ചും പോലീസ് ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, കുപ്രസിദ്ധമാണ് എന്ന് തന്നെ പറയാം. ഈ കുപ്രസിദ്ധിക്ക് കാരണങ്ങൾ പലതാണ്. രാജൻ കേസ്, നക്സലൈറ്റ് വർഗീസ് കൊലക്കേസ്, അങ്ങനെ പല കേസുകളും. 1970കളിൽ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ നടന്ന പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ലക്ഷ്മണയുടെ പേര് പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് കണ്ണൂർ DIG ആയിരുന്ന ലക്ഷ്മണ അക്കാലത്ത് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇന്നത്തെ NIT ആണ് ഇവിടെ വിദ്യാർത്ഥിയായിരുന്ന രാജനെ പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രധാന പ്രതിയായിരുന്നു. 1960കളിൽ നക്സൽ പോരാട്ടങ്ങൾ വയനാട്ടിൽ ശക്തമായിരുന്നു. അക്കാലത്ത് ജന്മിത്തത്തിനും അതുപോലെ ഭരണകൂടത്തിനുമെതിരെയുള്ള സായുധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് നക്സലൈറ്റ് വർഗീസാണ്. വയനാട്ടിലെ തിരുനെല്ലിക്കാട്ടിൽ 1970 ഫെബ്രുവരി 18 വർഗീസ് കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടൽ മരണമെന്നാണ് ആദ്യം റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ വർഗീസിനെ പിടികൂടി കൈകാൽ കെട്ടിയിട്ട് വെടിവെച്ചു കൊല്ലുകയായിരുന്നുവെന്ന് 1998 അക്കാലത്ത് പോലീസ് സംഘത്തിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായർ വെളിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് CBI രജിസ്റ്റർ ചെയ്ത കേസിലും ലക്ഷ്മണ ശിക്ഷിക്കപ്പെട്ടു. മനസാക്ഷിയെ ശുദ്ധീകരിക്കാനാണ് താൻ കുറ്റസമ്മതം നടത്തിയതെന്ന് പറഞ്ഞ നായർ 2006 മരിക്കുകയും ചെയ്തിരുന്നു. കേസിലെ ഒന്നാം പ്രതിയായ പരേതനായ CRPF കോൺസ്റ്റബിൾ P രാമചന്ദ്രൻ നായർ അന്ന് DYSP ആയിരുന്ന രണ്ടാം പ്രതി ലക്ഷ്മണയുടെ നിർദ്ദേശപ്രകാരമാണ് കൊലപാതകം നടത്തിയതെന്ന് കോടതി പറയുകയും ചെയ്തു. ഇപ്പോഴിതാ രാജൻ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട മുൻ പോലീസ് IG K ലക്ഷ്മണ കഴിഞ്ഞ 14 വർഷമായി മുടങ്ങാതെ പെൻഷൻ കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിവരാവകാശ രേഖകളിലൂടെ പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം 2010 ഒക്ടോബർ 28 എറണാകുളം CBI കോടതി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചതു മുതൽ നാളിതുവരെ 95,80,850 രൂപ, ഏകദേശം 1 കോടി രൂപയോളം ലക്ഷ്മണയ്ക്ക് പെൻഷനായി ലഭിച്ചിട്ടുണ്ട്. അതായത് ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ കക്ഷി എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വാങ്ങുന്നുണ്ടായിരുന്നു. ഇതിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. 1976 മാർച്ച് 1 കക്കയം ക്യാമ്പിൽ വെച്ച് രാജൻ എന്ന വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. പിന്നീട് രാജൻ കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഈ സംഭവം കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ കസ്റ്റഡി മരണങ്ങളിൽ ഒന്നാണ്. രാജന്റെ പിതാവായ പ്രൊഫസർ ഈശ്വര വാര്യരുടെ നിയമ പോരാട്ടങ്ങളാണ് ഈ കേസ് പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. വർഷങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2010 ഒക്ടോബർ 28 എറണാകുളം CBI കോടതി K ലക്ഷ്മണയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. ഈ വിധി ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും ശരിവയ്ക്കുകയായിരുന്നു. ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് എങ്ങനെയാണ് പെൻഷൻ ലഭിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ വീണ്ടും ഉയരുന്നത്. ഇന്ത്യൻ നിയമപ്രകാരം ഒരാൾക്ക് കുറ്റകൃത്യങ്ങളിൽ ശിക്ഷ ലഭിച്ചാൽ സർക്കാർ ജീവനക്കാരനാണെന്ന നിലയിൽ അയാൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടയാൻ സർക്കാരിന് അധികാരമുണ്ട്. സിസ്റ്റർ അഭയ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഫാദർ തോമസ് കോട്ടൂരിന്റെ പെൻഷൻ കേരള സർക്കാർ തടഞ്ഞിരുന്നു. കോളേജ് പ്രൊഫസറായ തോമസ് കോട്ടൂരിന് ലഭിക്കേണ്ടതായിരുന്ന പെൻഷൻ സംസ്ഥാന ധനകാര്യ വകുപ്പ് പെൻഷൻ ബി തടഞ്ഞത് ഈ വിഷയത്തിൽ ഒരു മുൻ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ K ലക്ഷ്മണയുടെ കാര്യത്തിൽ ഇത് എന്തുകൊണ്ട് ബാധകമാകുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ലക്ഷ്മണയ്ക്ക് ശിക്ഷ ലഭിച്ചത് 2010 അടിയന്തരാവസ്ഥ അതിക്രമങ്ങൾക്ക് ശേഷമുള്ള വർഷങ്ങളിൽ തന്നെ സർവീസിൽ നിന്ന് വിരമിച്ചതിനാൽ ലക്ഷ്മണ 1994 ജൂൺ മുതൽ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട്. 2010 ജീവപര്യന്തം ശിക്ഷ ലഭിച്ച ശേഷവും ഈ പെൻഷൻ മുടങ്ങിയില്ല. പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിൽ കഴിഞ്ഞപ്പോഴും എല്ലാ മാസവും മുടങ്ങാതെ തന്നെ പെൻഷൻ ലഭിച്ചിരുന്നുവെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. ഈ സംഭവത്തിൽ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ തടയുന്നത് സംബന്ധിച്ച ചില നിയമപരമായ നൂലാമാലകൾ നിലനിൽക്കുന്നുണ്ട്. സാധാരണയായ ഒരാൾക്ക് ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷ ലഭിച്ചാൽ അത് അയാളുടെ പെൻഷൻ ആനുകൂല്യങ്ങളെ ബാധിക്കാം. എന്നാൽ ലക്ഷ്മണയുടെ കാര്യത്തിൽ കുറ്റകൃത്യം നടന്നത് സർവീസിലിരിക്കുമ്പോഴാണ്, എന്നാൽ ശിക്ഷിക്കപ്പെട്ടത് വിരമിച്ചതിന് ശേഷമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ തടയാം എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തത് പ്രശ്നത്തിന് കാരണമായേക്കാം. കേരള സർവീസ് ചട്ടങ്ങളിലെ ഭാഗം 3 പെൻഷൻ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച വ്യവസ്ഥകളുണ്ട്. ഒരു ജീവനക്കാരൻ അഴിമതിക്കാരനോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവനോ ആണെങ്കിൽ പെൻഷൻ തടഞ്ഞുവയ്ക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ നടപടിക്രമങ്ങൾ പാലിക്കപ്പെടണം. എന്നാൽ ലക്ഷ്മണയുടെ കാര്യത്തിൽ ഈ നടപടികൾ സ്വീകരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. ഇനി ഈ വിവാദങ്ങൾക്കും അപ്പുറം ഒന്നുണ്ട്, ഇങ്ങനെ ഒരാൾക്കുള്ള പോലീസുകാരുടെ സംരക്ഷണം.
പെൻഷൻ വിവാദത്തിന് പുറമെ കെ ലക്ഷ്മണയ്ക്ക് സർക്കാർ 2 പോലീസുകാരുടെ സംരക്ഷണം നൽകുന്നുവെന്ന ആരോപണവും ശക്തമാണ്. റിട്ടയർഡ് DGPമാർക്ക് പോലും ഇല്ലാത്ത ഈ ഒരു പ്രത്യേക പരിഗണന ഒരു കോടതി ശിക്ഷിച്ച പ്രതിക്ക് എന്തിനാണെന്ന വിമർശകരുടെ ചോദ്യവും. തിരുവനന്തപുരത്തെ കവടിയാറുള്ള വീട്ടിലാണ് ലക്ഷ്മണ താമസിക്കുന്നത്. ഈ പോലീസുകാർ ലക്ഷ്മണയുടെ വീട്ടുജോലികൾ ഉൾപ്പെടെ ചെയ്യുന്നുണ്ടെന്നും ആരോപണമുണ്ട്. ഒരു ഭാഗത്ത് നിയമം നടപ്പാക്കേണ്ട പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥൻ തന്നെ നിയമത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. മറുഭാഗത്ത് ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല, മറിച്ച് നിയമത്തിന്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. എങ്കിലും പൊതുസമൂഹത്തിൽ ഈ വിഷയം നീതി നിഷേധത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് പലരും കാണുന്നത്. ചുരുക്കത്തിൽ കെ ലക്ഷ്മണയുടെ പെൻഷൻ വിവാദം അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട ഓർമ്മകളെയും നിയമം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെയാണോ എന്ന ചോദ്യത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. നീതിന്യായ വ്യവസ്ഥയുടെ അന്തിമ ഉത്തരവാദിത്തം സമൂഹത്തിൽ തുല്യനീതി ഉറപ്പാക്കുക എന്നതിലാണെന്നിരിക്കെ ഈ വിഷയം കൂടുതൽ നിയമപരവും സാമൂഹികവുമായ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നത് തീർച്ചയാണ്.